CPIയുടെ മുതിർന്ന നേതാവ് ശ്രീ സി ദിവാകരൻ റിപ്പോർട്ടർ ടിവിയോടൊപ്പമുണ്ട്. സഖാവേ, ഈ ഇലക്ഷനെ പൊതുവെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഈ BJP വീണ്ടും വന്നാൽ നമ്മുടെ രാജ്യത്ത് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള ശക്തമായ പ്രചരണം ജനങ്ങൾ ഏറ്റെടുത്തു. ഈ തിരഞ്ഞെടുപ്പ് ഫലം പൊതുവെ നമ്മൾ പരിശോധിക്കുമ്പോൾ CPMനും CPIക്കും LDFിൽ മൊത്തത്തിൽ കനത്ത തിരിച്ചടി എന്ന് വേണം നമുക്ക് പറയാൻ. ഏതെങ്കിലും ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനോ ഇടതുപക്ഷത്തിനോ എവിടെയാണ് പാളിയതെന്നാണ് അങ്ങയുടെ തോന്നൽ? പാളിപ്പോയി എന്ന് പറയാൻ പറ്റില്ല. അങ്ങേയായിട്ട് ചില പരാതികളുണ്ടായി. പെൻഷൻ കൊടുക്കാൻ കാലതാമസം വന്നു. അതുപോലെ ചില ലാൻഡ് ഓർഡറിലെ ചില പ്രശ്നങ്ങൾ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട്, അത് സാധാരണഗതിയിൽ എല്ലാ കാലത്തും കേരളത്തിൽ ഉണ്ടാകുന്നത് പോലെയുള്ള ചില വിഷയങ്ങളാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചൊരു ന്യൂനത ഉണ്ടെങ്കിൽ അത് പറയാൻ കഴിയുന്നത്. ഇത് സംഘടനാപരമായ രാഷ്ട്രീയമായ സമഗ്രമായ പരിശോധന നടത്തേണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. CPIയും CPMും ഇടതുപക്ഷ പാർട്ടികളും. നമ്മുടെ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനം എങ്ങോട്ടാണ് പോകുന്നത്? ഇനി അങ്ങോട്ട് പോകണം. എന്താണ് ഈ ജനങ്ങളുടെ വിധിയെഴുത്തിൽ നമുക്ക് പഠിക്കേണ്ടത്? ഇത്തരം കാര്യങ്ങൾ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു സമയമാണ്. ആരെങ്കിലും പഴിചാരിയോ ആരുടെയെങ്കിലും പുറത്ത് ഉത്തരവാദിത്തങ്ങൾ ചാരിയോ CPIക്കോ CPMനോ മറ്റിടതുപക്ഷ പാർട്ടികൾക്കോ രക്ഷപ്പെടാനാവില്ല. ഈ സംസ്ഥാനത്തെ ഏതെങ്കിലും തരത്തിലൊരു സർക്കാർ വിരുദ്ധ വികാരം, അങ്ങ് ആദ്യം തന്നെ സൂചിപ്പിച്ചു, പെൻഷൻ സമയത്ത് എത്തിച്ചില്ല, ക്രമസമാധാനത്തിൽ ചില വീഴ്ചകളുണ്ടായി, ഇതൊക്കെ ഏതെങ്കിലും തരത്തിലൊരു സർക്കാർ വിരുദ്ധ വികാരം. നമുക്കറിയാം, മന്ത്രിസഭ ഒന്നടക്കം നാടുകളിലേക്ക് ചെന്നുപോലും ജനങ്ങളെ കണ്ട് അവരുടെ പരാതികൾ പരിഹരിച്ചൊരു സാഹചര്യമാണ്. പക്ഷേ എന്നിട്ടും LDFന് വിജയിച്ച് നേടാൻ വേണ്ടി കഴിഞ്ഞില്ല. അതുകൊണ്ട് സർക്കാർ വിരുദ്ധ വികാരം ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിച്ചോ? സർക്കാർ വിരുദ്ധ വികാരമൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രതികരിച്ചിട്ടില്ല. പിണറായി വിജയൻ്റെ സർക്കാരിനെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല ഇത്. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വലിയൊരു ഇടപെടൽ ഇടതുപക്ഷ പാർട്ടി നടത്തിയെന്ന് പറയപ്പെടുന്നുണ്ട്. ആ ഒരു ഇടപെടൽ മറ്റ് വിഭാഗക്കാരെ എതിർപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? അതിപ്പോൾ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണമാണ്. ഈ വഴിവിട്ട് മതന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷം സഹായിക്കാൻ ശ്രമിച്ചു എന്നത് ഒരടിസ്ഥാനമില്ലാത്തതാണ്. അവസാനം ഒരു കാര്യം കൂടെ, ഈ CPIയുടെ രാജ്യസഭ സീറ്റ് ഇപ്പോൾ ഇടതുപക്ഷത്ത് ബിനോയ് വിശ്വം സഖാവ് ഒഴിയുന്നൊരു സാഹചര്യം, കാലാവധി കഴിയുന്നൊരു സാഹചര്യം. അപ്പോൾ CPI തന്നെ ആവശ്യപ്പെടുന്നു കൃത്യമായ ആ സീറ്റ് CPIക്ക് തന്നെ വേണമെന്ന്. അതേസമയം കേരള കോൺഗ്രസ് എമ്മും മറ്റൊരു വശത്തുണ്ട്. എന്താണ് ആ ഒരു കാര്യത്തിൽ അങ്ങയുടെ പ്രതികരണം? CPIയുടെ സീറ്റാണല്ലോ ഒഴിയണത്. അപ്പോൾ ഒഴിയുന്നതിൻ്റെ ന്യായമായിട്ടും CPIക്ക് കിട്ടേണ്ടത് ആണെന്നുള്ളതാണ് ഞങ്ങളുടെ ശക്തമായ നിലപാട്. റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.